പറഞ്ഞവായി തുറന്ന ശക്തി പുറപ്പെട്ടു. ആമേൻ. ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. ഇത് നമ്മൾ പറയിപ്പിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടണം. ഹല്ലേലൂയ. ശക്തി വന്നാൽ പിന്നെ പിശാചിനെ ഒതുക്കാൻ കഴിയത്തില്ല. ദൈവശക്തി ഒരുവന്റെ മേൽ വന്നാൽ ഹല്ലേലൂയ പിശാചിന് പിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ശിംശോനെ കൊണ്ട് കയറുകൊണ്ട് ബന്ധിച്ച് ഹല്ലേലൂയ ഇപ്പൊ കൊണ്ട് കെട്ടിയിരിക്കുക. പക്ഷെ അല്പ മിനിറ്റുകൾ കഴിഞ്ഞപ്പോ ശിംശോന്റെ മേൽ ഹല്ലേലൂയ യഹോവയുടെ ശക്തി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. യഹോവയുടെ ശക്തി ഇറങ്ങി വന്നപ്പോ പിശാച് കെട്ടിയിരുന്ന കയറുകളെ, പിശാച് പൂട്ടിയിരുന്ന കയറുകളെ ആ ചണനൂല് പോലെ കത്തിച്ചുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ അങ്ങനെ ആകാൻ തുടങ്ങുകയാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ ശക്തി എന്റെ മേൽ വന്നാൽ ആ നിന്റെ തോളത്ത് പിശാചി വെച്ചിരിക്കുന്ന നുകങ്ങളില്ലേ, നിന്റെ വാഗ്ദത്തത്തിന്റെ മേൽ പിശാചി വെച്ചിരിക്കുന്ന നുകങ്ങളില്ലേ, നിന്റെ ശുശ്രൂഷയുടെ മേൽ പിശാചി വെച്ചിരിക്കുന്ന നുകങ്ങളെ അത് പൊട്ടിച്ചു കളഞ്ഞ്, അത് പൊട്ടിച്ചു കളഞ്ഞ് ഒരു കഴുകന്റെ കുതിപ്പോടെ ഹല്ലേലൂയ ശക്തി പുറപ്പെടുക. ഹല്ലേലൂയ. ഈ സഹോദരിക്ക് അത്രയധികം ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഒരുപക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണെ അവള് കാണിക്കാൻ ഇനി ഓരോ ഡോക്ടർമാരും അവിടെ കാണത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ നടന്ന് അങ്ങനെ സഖികെട്ട് എന്തോ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. സകല പ്രതീക്ഷകളും അസ്തമിച്ച് ഇനി ഒരു വഴി തുറക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, നിനക്ക് വേണ്ടി ഒരു ദൈവശക്തി വെളിപ്പെടും. നിനക്ക് വേണ്ടി ഒരു ദൈവശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഒരു വലിയ പ്രതീക്ഷയോടെയായി സഹോദരി ചെന്നത്. ഇവൾക്ക് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയുമോ എന്നറിയത്തില്ല. ഇവളെ കൊണ്ട് നിർത്താൻ അവിടെ ആരുമില്ല. അങ്ങനെ ചെല്ലാൻ പറ്റിയ ഒരു രോഗമല്ല ഇവളുടെ ശരീരത്തിനകത്തുള്ളത്. ആരോടും പറയാൻ കഴിയത്തില്ലാത്ത രോഗം. ഹല്ലേലൂയ. ഈ സാഹചര്യത്തിൽ ഇവക്കൊരു കാര്യം മനസ്സിലായി, യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ എനിക്കൊരു സൗഖ്യമുണ്ട്, എനിക്കൊരു വിടുതലുണ്ട്. ഏന്തി വലിഞ്ഞ് ആ നിൽക്കുന്ന ജനത്തിരക്കിനിടയിൽ കൂടെ സഹോദരി കയറി ചെന്നു. കിട്ടിയത് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരറ്റവാ. ഞാൻ ചിന്തിക്കുകയാണെ, ഈ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊട്ടാൽ സൗഖ്യം വരുമെന്ന് നിനക്ക് പിടികിട്ടിയോ? ഈ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊട്ടാൽ സൗഖ്യം വരുമെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അകത്ത് നിലത്തുന്നൊരു പദം. ഹല്ലേലൂയ. യേശുവിൻ്റെ അകത്തു വ്യാപരിക്കുന്ന ദൈവശക്തി തൻ്റെ വസ്ത്രത്തിന്മേലും ഹല്ലേലൂയ അത് വ്യാപരിച്ചു കൊണ്ടിരുന്നു. കാരണം ഹല്ലേലൂയ പാപമറിയാത്ത മനുഷ്യൻ, ഹല്ലേലൂയ പാപം ചെയ്യാത്ത മനുഷ്യൻ, തെറ്ററിയാത്ത മനുഷ്യൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ആ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ഞാൻ ചെന്ന എനിക്ക് ഉറപ്പുണ്ട്, ആ വസ്ത്രത്തിന്റെ തൊങ്ങലാണെങ്കിലും മതി. ഇന്നലെ വരെ ഞാൻ അനുഭവിച്ച ഈ രോഗത്തിന്, ഇന്നലെ വരെ ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടതയ്ക്ക്, ഇന്നലെ വരെ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതികൂലത്തിന് ഒരു മറുപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പ്. നാവലോടെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാ പ്രവചിച്ച് കൈമാറുന്നു, ഒരു ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഒരു ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. അച്ഛാ, ഒരു ദൈവശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. നാളുകളായി പുറത്തു വരുവാൻ കഴിയാതെ, നാളുകളായി ശൂന്യത അനുഭവിക്കുന്ന ചില മേഖലകളില്ലേ, അതിൻ്റെ മേൽ കർത്താവിൻ്റെ കരമിറങ്ങുമെന്ന് പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുന്നല്ലോ. ഒരു ദൈവശക്തി വെളിപ്പെടുന്നുണ്ട്. കൂടാരത്തിനകത്തൊരു ദൈവശക്തി, തലമുറകളുടെ മേലൊരു ദൈവശക്തി. ഹല്ലേലൂയ. എനിക്കറിയാം, ആ ശരീരത്തിനകത്ത് ഒരു അസാധാരണമായ ദൈവശക്തി ശക്തിയോടെ ഇറങ്ങി വരുന്ന പോലെ. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്നു. ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുന്നേ ഞാൻ വ്യക്തമായി കാണുന്നു ഒരു പരിശുദ്ധ ആത്മാവിന്റെ ഭയങ്കരമായ ഒരു കവറിങ്, പരിശുദ്ധ ആത്മാവിന്റെ ഭയങ്കര ദൈവശക്തി.
മാനുഷികമായ ചിന്തകൾക്കോ മാനുഷികമായ സാഹചര്യങ്ങൾക്കോ തരാൻ കഴിയാത്തത് ദൈവത്തിന്റെ ശക്തിക്ക് ചെയ്യാൻ കഴിയോ? ഹല്ലേലൂയ. മാനുഷികമായി ചെയ്യാൻ കഴിയാമായിരുന്നെങ്കിൽ ഇവൾക്ക് നോക്കിയ ഇവൾ അടുത്ത് ചെന്ന ഏതെങ്കിലും ഡോക്ടറിന് സൗഖ്യം കൊടുക്കാമായിരുന്നു. പക്ഷെ അവർക്കാർക്കും ചെയ്യാൻ കഴിയാത്തത്, അവർക്കാർക്കും പ്രവർത്തിക്കാൻ കഴിയാത്തതുപോലെ ദൈവത്തിന്റെ ശക്തിക്ക് പ്രവർത്തിക്കാൻ കഴിയോ? ഇന്നെന്തോ ഇതിനകത്ത് വന്നിരിക്കുന്ന കുടുംബങ്ങളോട് എക്സിബ സിസ്റ്ററെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ, ദൈവത്തിന്റെ ശക്തിക്ക് ചിലത് നിന്റെ കൂടാരത്തിനകത്ത് ചെയ്യാൻ കഴിയോ? നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്യാൻ കഴിയോ? നിന്റെ കുടുംബ ജീവിതത്തിന് ചെയ്യാൻ കഴിയോ? നിന്റെ തലമുറകളുടെ മേൽ ചെയ്യാൻ കഴിയോ? ആ ദൈവശക്തി എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ? ഈ ദൈവാത്മാവിന്റെ ശക്തി എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നീ അനുഭവിക്കുന്ന ദൈവശക്തിക്ക്, നീ അനുഭവിക്കുന്ന